ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വീറ്റി മുഹമ്മദ് ആസിഫ് ചെറച്ച്. ഓക്കെ, സോ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും ചെറിയ റൂമിൽ ആണ് ഞാൻ കിടക്കുന്നത്. ആൻഡ് ഓൾസോ ഞാനിങ്ങനെ ഓക്കെ, സോ എന്താ പറയുക, നമ്മുടെ റൂം ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഇറ്റ്സ് ബിറ്റ് മെസ്സി, നോട്ട് ബിറ്റ്, ഇറ്റ്സ് ലൈക്ക് ഡാം മെസ്സി. സോ നമ്മൾ ഇന്ന് അത് ക്ലീൻ ചെയ്യാൻ പോവാണ്. വെൽക്കം ടു എ ക്ലീനിങ് വ്ലോഗ്. കാണണ്ട ഇപ്പോഴോ ഗായ്സ്, എനിക്കൊരു പെങ്ങളുണ്ട്. അവളോട് ഞാൻ വീഡിയോ എടുത്തു തരാൻ പറഞ്ഞിട്ട് അവള് ചെയ്യുന്നില്ല. ഇത് ഞാൻ അവളുടെ കോളേജിലെ സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കും ഗായ്സ്. സോ ആദ്യം തന്നെ നമ്മള് റൂമിലെ കുറച്ച് സാധനങ്ങൾ പുറത്തോട്ട് നീക്കണം. നിങ്ങൾ ഇത് കാണുമ്പോ വിചാരിക്കും ഞാൻ എവിടെയോ. ഇത് ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് പോയപ്പോൾ ബാക്കി ചെയ്ത പെട്ടി. അതിൽ കുറെ അലക്കാനുള്ളത്, അത് നമുക്ക് അലക്കാനിടണം. അനദർ പെട്ടി. നമ്മൾ നെക്സ്റ്റ് വീക്ക് ട്രാവൽ ചെയ്യല്ലേ. So guys, this is patti show or petty show? നമ്മളിങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരു മെഷീൻ ഉണ്ട് എന്റെ റൂമില്, എന്റെ മെയിൻ ആയുധം ഇപ്പോഴത്തെ. I have my boots. Since I was traveling, അതിന്റെ മുന്നേ കുറച്ച് ദിവസം ഞാൻ ബാക്ക് ടു ബാക്ക് 3-4 ഡ്രസ്സ് തയ്ക്കുമായിരുന്നു. സോ അതിന്റെ ബാക്കി പീസസ് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല, അത് കാണിച്ചു തരാം. സോ ഇറ്റ് ആക്ച്വലി ലുക്ക് ലൈക്ക് ദിസ് വെർ ഇറ്റ്സ് സോ മെസ്സി. സോ ഐ നീഡ് ടു ആദ്യം ഇതെല്ലാം കൈകൊണ്ട് നമ്മൾ വാരണം. അത് കഴിഞ്ഞിട്ട് don't judge me, okay? You can, because I am not a very ഒരു തയ്യൽക്കാരന്റെ റൂമിൽ നിന്ന് കിട്ടുന്ന ചണ്ടികളുടെ ഭാരം ഇത്രത്തോളമായിരിക്കും. Guys, it's too tiring, guys. എന്റെ ഡ്രസ്സ് എല്ലാം ഓർഗനൈസ് ചെയ്യണം. ഡ്രസ്സൊക്കെ വാർഡ്രോബ് കാണിക്കുന്ന വേറൊരു വ്ളോഗ് ചെയ്യാം. എന്നോട് ആരും ചോദിക്കുന്നൊന്നുമില്ല എന്ത് കണ്ടന്റ് ആയിട്ടുണ്ട് എന്ന്. കോമന്റ് ബോക്സിൽ ഒരു കമന്റ് പോലും വരുന്നില്ല. പക്ഷെ ഇറ്റ്സ് ഫൈൻ. ഐ ഹോപ്പ് ഐ വിൽ ഗെറ്റ് മോർ കോമന്റ്സ് ആൻഡ് എവറിത്തിങ്. എന്താ കോൺഫിഡൻസ് ഗായ്സ്? എങ്ങനെയുണ്ട് ഗായ്സ്? ഇഷ്ടായോ? ഞാൻ ആക്ച്വലി എൻ്റെ വാളിൽ ചിലപ്പോൾ എൻ്റെ ഒരുപാട് വീഡിയോസിൽ ഉണ്ടാവും. എൻ്റെ മെയിൻ ഇതാണ് എൻ്റെ സ്റ്റാറി നൈറ്റ്സ്. ഞാൻ എൻ്റെ 23rd ബർത്ത്ഡേയുടെ അന്ന് സ്റ്റാറി നൈറ്റ്സ് വരച്ചിട്ടുണ്ടായിരുന്നു. ആസ് യു നോ, ടു ഓണർ മൈ സെൽഫ്, ടു അക്നോളജ് മൈ എക്സിസ്റ്റൻസ് ഇൻ ദിസ് ഹൊറിബിൾ വേൾഡ്. ഐ മീൻ ഡീസെന്റ് വേൾഡ്. ഐ എം നോട്ട് exactly saying it's horrible, but decent world. So I wanted to acknowledge and draw something for myself which I really appreciate and which really resembles my character. So I thought I'll do a replica of Van Gogh in the Starry Nights. So അവിടെ ഞാനൊരു വാർഡ്രോബ് പോലെ ഇങ്ങനെ ഒരു കമ്പ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഔട്ട്ഫിറ്റ്സും എല്ലാം ഞാൻ പിന്നെ കാണിക്കാം. ബിക്കോസ് ഐ എം ടു ടയേർഡ്. എല്ലാം അലക്കണം. എൻ്റെ സ്യൂട്ട് കേസ് 2 ബിക്കോസ് കുറേ ട്രാവൽ ചെയ്തു. അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ സ്യൂട്ട് കേസിൻ്റെ ഒരു ടയർ പോയിട്ടുണ്ട്. ഒരു സ്യൂട്ട് കേസിൻ്റെ നടു ഇങ്ങനെ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പം അത് നന്നാക്കാൻ കൊണ്ടുപോകണം. പിന്നെ ഞാൻ ഒരു ഇവൻ്റ് ഉണ്ട് എനിക്ക് നെക്സ്റ്റ് വീക്ക്. 8 ദിവസത്തേക്കുള്ളൊരു ഇവൻ്റ് ആണ്. സോ ആ ഇവൻറ്റിന് കൊളാബറേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു കടയിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ക്ലോത്ത്സ് പ്രൊവൈഡ് ചെയ്യുമെന്ന്.
സോ ലെറ്റ് സി അവർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി നൈസ്, ഓർ എൽസ് ഐ ഹാവ് ടു ഫിഗർ ഔട്ട് സം ക്ലോത്ത്സ് ഫോർ മോർ, ബിക്കോസ് എൻ്റെ എല്ലാ ക്ലോത്ത്സും ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞത് ആസ് എൻ എല്ലാ ഇവൻസിനും സ്റ്റേജിൽ ആങ്കർ ചെയ്യുമ്പോഴും ഒക്കെ ഇട്ടതാണ്. സോ ഐ റിയലി നീഡ് സംതിങ് വെരി ഫോർമലി കാഷ്വലിഷ്. മറ്റേ എറ്റേണിറ്റി ലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇത് ഹാങ്ങേഴ്സ് കൊളത്തേണ്ടി വരും, ബിക്കോസ് അത്രയുണ്ട് കട്ടിലിന്റെ അടിയിൽ. എനിക്കറിയില്ല, ഞാൻ അന്ന് പെട്ടെന്ന് ഒരു സ്ഥലത്ത് എവിടെ പോകാൻ വേണ്ടിയിട്ട് കട്ടിന്റെ താഴെ ഇങ്ങനെ വെച്ചിട്ട് പോയതാണ്. ഭയങ്കര പൊടി പിടിച്ചിട്ടുണ്ട്. ഈ യൂഷ്വലി ലൈക്ക് ഞാൻ പോകുമ്പം ഈ റൂം ആരും ഉപയോഗിക്കാറില്ല, സോ ഇതിങ്ങനെ അടച്ചിടുക ചെയ്യാം. എൻ്റെ ഒരു ബോക്സിൽ നിറയെ എൻ്റെ കുറേ ബുക്സ് ഒക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ ഫ്രഞ്ചൊക്കെ പഠിച്ച ബുക്സ് ഉണ്ട്. സോ അതൊക്കെ പൊടി തട്ടിയെടുക്കണം. ഫ്രഞ്ച് എനിക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. Je m'appelle Asif. Je suis 25 ans. Oh my god, I literally forgot everything. പക്ഷേ I have a diploma. ഞാൻ out of practice ആയതുകൊണ്ട്. So I'm a good student in that. Maybe I'll learn it കുറച്ച് കഴിഞ്ഞിട്ട് if I have some bit of money save ചെയ്തിട്ട്, because French is very expensive to learn. B1 ഒക്കെ ആകുമ്പോഴത്തേന് ഓൾമോസ്റ്റ് 25. എൻ്റെ സ്റ്റോറേജ് ഇങ്ങനെ കഴിയുന്നു ഗായ്സ്. ഞാനെല്ലാം ഒന്നും കൂടെ ഇത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, ബാക്കപ്പ് ചെയ്യണം. ആൻഡ് ഓൾസോ എൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിട്ട് എൻ്റെ എല്ലാ സാധനവും പോയി ഓൾറെഡി. സോ ഐ എം റിയലി സ്കേർഡ് ബിക്കോസ് അപ്ഡേറ്റ് ഒന്നും കൂടെ വന്നിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വൈ. This one is my favorite. എനിക്ക് റീസെന്റ് അനുഭവിന്റെ അമ്മ സംഗീതാന്റി മേടിച്ചു തന്നതാണ്. ഇറ്റ്സ് സോ കോംഫി. എനിക്ക് സംഗീതാന്റി മേടിച്ചു തന്നെ നോക്കിയാ ഗൈസ്. ഞാനൊരു കാര്യം കാണിക്കാൻ മറന്നുപോയി. അന്ന് തിരുവനന്തപുരത്തോട്ട് കേരള ക്രിയേറ്റേഴ്സ് കോൺക്ലേവിന് പോയപ്പോൾ കിട്ടിയ സർട്ടിഫിക്കറ്റാണ്. ഇന്ന് രാവിലത്തെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ചേച്ചി ഒഞ്ചിക്ക് എൻ്റെ സിസ്റ്ററിന് ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. സോ ഞങ്ങള് അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിന്റേജ് സ്റ്റൈലാണ് നമ്മള്. ഷീ ഈസ് ലൈക്ക് ലെസ് കോൺഫിഡന്റ്, പക്ഷെ ഷീ ഈസ് കോൺഫിഡന്റ്. ഓൾസോ എന്തെങ്കിലുമൊക്കെ ആവും എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. കാരണം ഞാൻ ഇന്നലെ മെഹറൂബ വീഡിയോ ചെയ്തപ്പം എൻ്റെ ഒരു മനസ്സിൽ ഉണ്ടാവുമായിരുന്നു അതിനൊരു ഒന്നുകിൽ പാളിപ്പോവും, അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ ആയി വരും എന്നുള്ള. വർക്ക് ചെയ്തില്ല, പക്ഷെ ഇതുപോലെ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് എങ്ങനെ ആയിരിക്കണം എന്ന്. കുറച്ച് റെഫറൻസ് ഒക്കെ നോക്കിയിട്ട് അപ്പം ലെറ്റ് സി, നമുക്ക് കാണാം. അവളൊരു എൻ്റെ ഉമ്മയുടെ ഒരു പഴയ സാരിയും പഴയൊരു ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് മേക്കപ്പ് ചെയ്തൊക്കെ ഞാൻ തന്നെയാണ് സ്റ്റൈൽ ചെയ്യുന്നത്. സോ ലെറ്റ് സി, ഇതിന്റെ ഔട്ട്പുട്ട് വരുമ്പം ഞാൻ ഷോർട്സിലും പോസ്റ്റ് ചെയ്യാം. ഇറ്റ് വിൽ ബി സോ പ്രെറ്റി ഗൈസ്. നമ്മളുടെ വീടിന്റെ ടെറസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ പ്രോപ്പർട്ടീസും എക്യുപ്മെന്റ്സും ഒക്കെ. ഇത് ഞങ്ങളുടെ നെഫ്യൂ. സേ ഹായ് ഒഞ്ചി കുഞ്ഞെ, ഹായ് പറയും. എന്താ ഓക്കെ. ഇത് BTS ആണ്. ഞങ്ങൾ കുറെ ട്രൈ ചെയ്തു, പക്ഷെ ലൈറ്റ് പോയി ആൻഡ് കുറെ എന്തൊക്കെയോ ചെയ്തു. കറണ്ട് ഇടയ്ക്ക് ഒരു 4-5 തവണ കറണ്ട് പോയി. ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. വോയിസ് ഓവർ ചെയ്യുമ്പോഴും ഇപ്പം കറണ്ട് ഇല്ല. സോ ആകെ പാളിപ്പോയി ഗൈസ്. മക്കളെ ഒരു ഊത്തിപ്പോയ ഫോട്ടോഷൂട്ടായി പോയി.